ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പം നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഇന്നത്തെ ഗൈഡൻസ് എന്താണ്, നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ്സ് ആണ് ഇന്നത്തെ ദിവസം വരുന്നതെന്ന് നോക്കാം. 10 of Wandsന്റെ എനർജിയാണ്. അപ്പം ഇന്ന് 12 പോർട്ടൽ ഓപ്പൺ ആണ് ഇന്നത്തെ ദിവസം. നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങളെ ഇതുവരെ ഒഴിവാക്കണമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഒഴിവാക്കാൻ പറ്റുന്നത് എൻഡ് ആയി പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആകുന്ന ഒരു സമയമാണ് ഇത്. ആദ്യമായിട്ട് വരുന്ന ഒരു കാർഡും 10 of Wandsന്റെ എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ ഇന്ന് ചെയ്തു തീർക്കേണ്ടതായിട്ട് ഉണ്ടാകും. അപ്പം ഇന്നത് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് ഓവർ വർക്ക് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി കളയേണ്ട കാര്യങ്ങൾ ഒഴിവാക്കി കളയുക. ഇന്നത്തെ ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ ശരീരം ഒരു റെസ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. അപ്പോൾ അത് ഇന്നത്തെ ദിവസം നിങ്ങൾ റെസ്റ്റ് എടുക്കുക. മറ്റുള്ളവർ നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക. ഇതെല്ലാം എനിക്ക് തന്നെ ചെയ്യണം, ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് ഉള്ള ചിന്തയുള്ള ആൾക്കാർ അതൊന്ന് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഓവർ വർക്ക് ചെയ്ത് നമ്മളുടെ ശരീരത്തിന് ഓവറായിട്ടുള്ള ഒരു പ്രഷർ കൊടുക്കാതിരിക്കുക. അപ്പോൾ നമ്മളെ വീട്ടിലായാലും മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കൂടി കൊണ്ട് ചെയ്യിച്ച് തീർക്കുക. അപ്പം അല്ലാതെ ഇത് ഞാൻ ചെയ്താൽ മാത്രമേ പൂർണ്ണത ഉണ്ടാകുള്ളൂ, എനിക്ക് എന്നാൽ മാത്രമേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ആ ഒരു ആറ്റിറ്റ്യൂഡൊന്ന് മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പം സ്ട്രെസ് മൂലമുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഒരു സമയം നിങ്ങൾ ശരിക്കും ഒരു ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. അത് നിങ്ങളുടെ ഓവർ സ്ട്രെസ്സും ടെൻഷനും കൊണ്ടാണ് ഈ ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ വരുന്നത്. കൂടുതൽ ആൾക്കാർക്കും ടെൻഷൻ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പം അതിന് നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും അത് മാറൂല. അത് ആ ടെൻഷൻ റിലീസ് ചെയ്താൽ മാത്രമേ, അത് പെട്ടെന്ന് ടെൻഷൻ റിലീസ് ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ വയറ്റിലെ പ്രോബ്ലംസ് ഒന്നും നമുക്ക് മാറിപ്പോകണമെന്നില്ല. ചിലപ്പം ദഹനക്കേടുണ്ടാകാം, ചിലപ്പം നെഞ്ചരിച്ചിലുണ്ടാകാം. ഇതൊക്കെയും നമ്മൾ ശരിക്കും സ്ട്രെസ്സിലൂടെ പോകുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന അസുഖമാണ് എന്ന് മനസ്സിലാക്കുക. അത് പതിയെ അത് നമ്മളിൽ നിന്ന് മാറിപ്പോകും. നമ്മൾ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്ത് നമ്മളുടെ ആ ഒരു എനർജി ലെവലൊന്ന് ഇതാക്കി വെച്ച് ഒരു ഇമോഷൻ ബാലൻസ് ഉണ്ടാക്കി വെച്ചാൽ മാത്രമേ അത് പോവുള്ളൂ. അപ്പം അത് നമ്മൾ മരുന്ന് കഴിച്ചാൽ പോകുന്ന ഒരു അസുഖമല്ല ഇത്. അപ്പം നമ്മൾ ചിലപ്പോൾ ഓവർ വർക്കിന്റെ ഒരു സ്ട്രെസ്സും ആയിരിക്കും. അപ്പം നമ്മൾ അത് എങ്ങനെയാണോ അതിന്നൊന്ന് നമുക്ക് മാറാൻ പറ്റുന്നത്, അതിന് എന്ത് ചെയ്യുമ്പോഴാണ് അത് നമുക്കൊന്ന് അതിന്ന് റിലീസ് ചെയ്യാൻ പറ്റുന്നത്, അത് നമ്മളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇതില് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ശരിക്കും ഓവർ വർക്ക് ചെയ്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്തു കൊടുത്താലേ നമുക്കൊരു സംതൃപ്തി വരുള്ളൂ. ഇത് മറ്റുള്ള ആൾക്കാർക്കുള്ള എനർജി അല്ല, നിങ്ങൾക്ക് സ്വയമുള്ളൊരു എനർജിയാണ്. ഇതെല്ലാം നിങ്ങൾ തന്നെ ചെയ്തു കൊടുത്താലേ നിങ്ങൾക്ക് സംതൃപ്തി വരുള്ളൂ എന്നുള്ളത് വിചാരിക്കണമെങ്കിൽ അത് നിങ്ങളൊന്ന് മാറ്റുക. അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം അവരവർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ എപ്പോഴും അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതിന് പകരം നമ്മൾ നമ്മളിലേക്ക് കൂടി ഒന്ന് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു സാക്രിഫൈസ് ചെയ്യുന്ന ഒരു എനർജിയാണ് നമ്മളുടെ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് ആണ് ഇതിനകത്ത് കാണാൻ പറ്റണത്. അതൊന്ന് ആലോചിക്കുക, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ, ഇത് മറ്റുള്ള ആൾക്കാർ കൂടി ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കൂലേ, എനിക്കൊന്ന് ഫ്രീ ആകാൻ പറ്റൂലേ. അപ്പം അതൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു സമയം.
ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടി ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു സമയം നിങ്ങൾക്കൊരു ഡീപ്പായിട്ടുള്ള സൈക്കിക് ഇൻസൈറ്റ്സ് കിട്ടുന്ന സമയമാണ്. ഒരു ഗട്ട് ഫീലിംഗ് പോലെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നാം. കാരണം അത് നിങ്ങളുടെ ഒരു സൈക്കിക് നോളജ് വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. ഇൻഡ്യൂഷൻ വളരെ വലിയ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കും ഈ ഒരു സമയം. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ വളരെ വലിയ പ്രോഗ്രസ് ഉണ്ടാകും എന്നുള്ളതാണ് കാണുന്നത്. കാരണം ഇത് നിങ്ങൾ ഹീൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ക്ലെൻസിങ് നടത്തുന്നത് നല്ലതായിരിക്കും. ഒരു ക്ലെൻസിങ് നടത്താത്തതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൽ പ്രാണിക് ഹീലിങ്ങോ റേക്കി ഹീലിങ്ങോ അല്ലെങ്കിൽ എനർജി ഹീലിങ്സ് ചെയ്യുന്ന ആൾക്കാർ മറ്റുള്ളവരുടെ ഒരുപാട് ബർഡൻ എടുത്തു വെക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. മറ്റുള്ളവരുടെ കർമ്മ എടുത്തു വെക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. കാരണം ഈ ഹീലിങ്സ് ഒക്കെ നമുക്ക് ഒരുപാട് കർമ്മ ഉണ്ടാക്കും. അത് കൃത്യമായിട്ടുള്ള ക്ലെൻസിങ്ങിലൂടെ അത് ഒരു പരിധി വരെയൊക്കെ മാറ്റിക്കളയാൻ പറ്റും. കാരണം ഈ നമ്മളുടെ അടുത്ത് ഹീലിങ്ങിനാകട്ടെ റീഡിങ്ങിനാകട്ടെ വരുന്ന ആൾക്കാർ എന്തൊക്കെ കർമ്മ ചെയ്തിട്ടാണ് വരണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അവര് ചില കാര്യങ്ങളൊക്കെ അവർ അനുഭവിക്കേണ്ടത് അവർ തന്നെ അനുഭവിക്കണം. അത് ആ കർമ്മ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അഥവാ നിങ്ങൾ ഇപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. പക്ഷെ കൃത്യമായിട്ടുള്ള ആ ഒരു ക്ലെൻസിങ് നിങ്ങൾ ചെയ്തിരിക്കണം. ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടത്ര ടേക്ക് കെയർ ചെയ്യുക. നിങ്ങളെ വേണ്ടത്ര ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ വേണ്ടത്ര നോക്കാതെ നമ്മൾ മറ്റുള്ള ആൾക്കാരെ നോക്കി കഴിയുമ്പം അവരെ തിരിച്ചതുപോലെ ഒന്നും നമ്മളോട് ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കണം എന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാകും. അപ്പോൾ പിന്നെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒക്കെ വളരെയധികം ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങളുടെ ഹൃദയം പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നമ്മളുടെ ഈ ഒരു സമയം നിങ്ങളുടെ ഹൃദയത്തിലോട്ട് നോക്കുക. നിങ്ങളുടെ ഹൃദയം പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോവുക. പക്ഷെ എന്ന് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഒക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ ഈ ഒരു സമയം ചെയ്തു തീർക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് വേണ്ടത്ര കാര്യങ്ങൾ ഇപ്പോൾ കുട്ടികൾക്കായാലും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ടായാലും അച്ഛനും അമ്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് അവരവർക്ക് വേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതും 10 ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും നിങ്ങൾ ഏറെക്കുറെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. ഒരു കമ്മിറ്റ്മെന്റ്, ജീവിതത്തിലൊരു കമ്മിറ്റ്മെന്റ് ഒക്കെ തീർത്ത ഒരു എനർജിയാണ്. നമ്മൾ ഇതുവരെ കമ്മിറ്റഡ് ആയിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയം തീർത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫാമിലിയൊക്കെ നിങ്ങൾ വളരെ കെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൻ്റെ അങ്ങനത്തെ ഒരു ആത്മവിശ്വാസം, ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടായേക്കാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ചെയ്തു എന്നുള്ളൊരു എനർജി ഇന്നത്തെ ദിവസം തോന്നിയേക്കുക. മജീഷ്യനാണ്. അപ്പൊ അത് ഒരു പുതിയ സൈക്കിൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ദിവസം കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അവസാനത്തെ പോർട്ടലാണ്. അപ്പോൾ 12 പോർട്ടൽ, ഈ ഒരു പോർട്ടൽ എൻഡ് ചെയ്ത് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അതിൽ വരുന്നത് മജീഷ്യന്റെ എനർജിയാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ മാജിക് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങളത് കാണാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾ ആ ഒരു കാര്യത്തിൽ അറ്റൻഷൻ കൊടുക്കുന്നില്ലായിരിക്കാം. നിങ്ങളുടെ പവറിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് വരുന്ന ഇൻഡ്യൂഷൻ നിങ്ങൾ സ്വീകരിക്കുക. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ദിവസം മാനിഫെസ്റ്റേഷന്റെ കൂടി ദിവസമാണ്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ടിരുന്ന് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് നിങ്ങൾ ആയിത്തീരും എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് കഠിനമായി ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നൊരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അതിൽ വളരെ സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇതിൽ 9 ഓഫ് പെന്റക്കിൾസും 10 ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെറുതായിട്ടൊന്ന് കുറവുണ്ടായിരുന്നു എങ്കിൽ ആ കുറവ് നികത്താൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത് ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ വേഗത്തിൽ നിങ്ങളുടെ ലൈഫിൽ എത്തുന്നു എന്നുള്ളതാണ്. അതൊരു മാജിക് പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. ഇത് പ്രത്യേകിച്ചും
പൈസയുടെ എനർജിയാണ്, അബണ്ടൻസിന്റെ എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അപ്പൊ ഇന്നത്തെ ദിവസം മാക്സിമം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഒരു ഹൈ വൈബ്രേഷനിൽ ഇരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ മണി എനർജി ഒരു വലുതായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരു ഹൈ ഫ്രീക്വൻസിയിൽ നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ പൂർണ്ണമായിട്ടും ആ ഒരു എനർജി നിങ്ങൾ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക. നെഗറ്റീവ് ഇമോഷൻസിൽ ഇരിക്കാതിരിക്കുക. കാരണം മണി എനർജി എന്ന് പറയുന്നത് ഒരു ഹൈ വൈബ്രേഷണൽ എനർജിയാണ്. നമ്മളും ആ ഒരു എനർജിയിൽ നിന്നാൽ മാത്രമേ ആ ഒരു എനർജിയെ നമുക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ ദിവസം മജീഷ്യനും 10 ഓഫ് പെന്റക്കിൾസും 9 ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് വൈബ്രേഷൻ ഉയർത്തി വയ്ക്കാൻ ശ്രമിക്കുക. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. നെഗറ്റീവായിട്ട് പറയുന്ന പല ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇന്നത്തെ ദിവസങ്ങളിൽ ഒന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുക. ഇപ്പം പലരും സുഹൃത്തുക്കളോ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ വിളിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഇന്നത്തെ ദിവസം വിളിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എക്സ്ക്യൂസ് പറഞ്ഞ് മാറുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കാരണം ഇന്നത്തെ ദിവസം പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു കാര്യം അട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും അപ്പോൾ മാക്സിമം നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നോക്കാം. ഈഗോയാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ട്രാപ്പിലായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ചിന്തകളിൽ ട്രാപ്പിലായിരിക്കുന്നു എന്നാണ്. നമുക്ക് ഇങ്ങനെ ഈ ഒരു കാര്യം മാത്രമേ പറ്റുള്ളൂ, ഞാൻ വിചാരിച്ചാൽ ഇതേ നടക്കുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ മാറ്റി ആ ഈഗോയെ എന്ന് കട്ട് ചെയ്ത് കളയേണ്ട ഒരു ദിവസമാണ് എന്നുള്ളതാണ്. ഈഗോ ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ഒരു സീറോ ഈഗോയിൽ ഇരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ഗ്രോത്ത് വരുന്നത്. പ്രത്യേകിച്ചും സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ ഈഗോ ഉണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല. ചിലപ്പോൾ കുറെ ആൾക്കാരൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് സെൽഫ് ഗ്രോത്ത്, നമ്മുടെ സോളിനൊരു ഗ്രോത്ത് വേണമെങ്കിൽ നമ്മൾ ഈഗോ ഇല്ലാതിരിക്കണം. അപ്പൊ അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല, വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ മാക്സിമം നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈഗോ ഇല്ലാതിരിക്കുക. അപ്പോൾ ചിലപ്പോൾ ഇന്നത്തെ ദിവസം ആരെങ്കിലും നമ്മളെ കളിയാക്കിയാലോ ചെറുതാക്കി കണ്ടാലോ ഒക്കെ നമ്മളത് മനസ്സിലാക്കുക. നമ്മളുടെ ഈഗോ ഹർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവമായിട്ട് വരുന്ന ആൾക്കാരാണ് ഇവര്. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിഷമിപ്പിക്കുകയും മുറിപ്പെടുകയും അല്ല ചെയ്യണത്. അവര് പറയുന്ന എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ മാറ്റേണ്ടതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അപ്പൊ അത് ഒന്ന് മാറ്റാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അത് നമ്മൾ അനുവദിക്കുക. ഈഗോ ഹർട്ട് ചെയ്യാൻ നമ്മൾ അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നാൽ മാത്രമേ അത് പോവുള്ളൂ. നമ്മളത് പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല പറ്റൂല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈഗോയിൽ തൊടാൻ ആർക്കും പറ്റൂല. അപ്പൊ അതെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. ഈഗോ പൂർണ്ണമായി ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് നമ്മുടെ സോളിന് ഗ്രോത്ത് ഉണ്ടാകുന്നത്. അത് എപ്പോഴും സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുന്നത് എപ്പോഴും ഈഗോ ഇല്ലാതാക്കി കളയുമ്പോഴാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഹാബിറ്റ്സ് അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഒന്ന് കട്ട് ചെയ്ത് കളയണമെന്ന് കാണുന്നുണ്ട്. അത് റിലേഷൻഷിപ്പിലുള്ള അഡിക്ഷൻ ആകട്ടെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാകട്ടെ, അത് സിഗരറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ലിക്കറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അഡിക്ഷൻ നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പലരും ഇപ്പൊ പല ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും അത് നമ്മുടെ ഫാമിലി ലൈഫിനെ ബാധിക്കുന്നതുണ്ട്, നമ്മുടെ സോഷ്യൽ ലൈഫിനെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ആപ്പുകൾ ഉപയോഗിച്ച് നമ്മൾ പിന്നെ അതിൽ അഡിക്റ്റഡ് ആയിപ്പോയി, അതിൽ ട്രാപ്ഡ് ആയിരിക്കുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങൾ അതൊന്ന് കട്ട് ഓഫ് ചെയ്ത് കളയാൻ ശ്രമിക്കുക. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഇല്ലാതാക്കി കളയും. നമ്മുടെ സോഷ്യൽ ലൈഫിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. നമ്മളതിൽ ആയിപ്പോവും. അത് എപ്പോഴും മനസ്സിലാക്കുക. ഇപ്പം നമ്മളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡെവിൾ പലതരത്തിൽ വരും എന്നുള്ളതാണ്. അത് ഈ റിലേഷൻഷിപ്പായിട്ട് വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡിക്ഷൻ ആയിട്ട് വരും. ഇതുപോലുള്ള അഡിക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലുള്ള ആപ്പുകളായിട്ട് വരും. അപ്പൊ അതൊന്ന് മനസ്സിൽ വെക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇത് കുറച്ച് സ്ട്രെസ്സും ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കിലും നമ്മളത് കട്ട് ചെയ്ത് കളയാൻ ശ്രമിക്കുക. അതിൽ വളരെയധികം സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ സന്തോഷം നമ്മളുടെ ഗ്രോത്തിനെ ഇല്ലാതാക്കി കളയും, നമ്മളെ തന്നെ ഇല്ലാതാക്കി കളയുന്നതാണ്, നമ്മുടെ ഫാമിലി ലൈഫിനെ ഇല്ലാതാക്കി കളയുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഏസ് ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. ശരിക്കും ഈ ഒരു സമയം നമ്മളെ തന്നെ ഒന്ന് ഉടച്ചു വാർക്കുന്ന ഒരു സമയമാണെന്നുള്ളതാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഐഡിയ നമ്മളുടെ മുന്നിൽ വരും എന്നുള്ളതാണ്. നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെടണം. നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് നമ്മളായിരിക്കാൻ പറ്റുള്ളൂ.
നമ്മൾ എവിടെ എത്തണം എന്ന് നമ്മുടെ സോൾ ആഗ്രഹിക്കുന്നു ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ. ഏസ് ഓഫ് സോൾസ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലുള്ള പ്രതിബന്ധങ്ങളെയൊക്കെയും നമുക്ക് കട്ട് ഓഫ് ചെയ്ത് കളഞ്ഞ് നമുക്ക് മുന്നിലോട്ട് പോകാൻ പറ്റുന്ന ഒരു എനർജിയാണ്. പക്ഷെ ഈസി അല്ല, കുറച്ച് സ്ട്രഗിൾ ഉണ്ട് അതിനകത്ത്, കുറച്ച് ഒരു ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റും. അതിനുള്ള ഒരു വെപ്പൺ നമ്മളുടെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അത് ഒരു കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം. നമുക്ക് ഹനുമാൻ ഉറക്കയിൽ നിന്ന് എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ ഒരു പഠനമാണെന്ന് മനസ്സിലാക്കുക. നമ്മളെല്ലാം പഠിച്ച് നമുക്കിപ്പോൾ എത്ര പ്രായമായാലും ഇത് മതി എന്ന് ചിന്തിക്കാതിരിക്കുക. നമ്മളുടെ ജീവിതം മുഴുവൻ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. അതും നമുക്ക് അറിയേണ്ട പല കാര്യങ്ങളും ഇനിയും നമ്മൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും നമുക്ക് മനസ്സിലാക്കാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മൾ വളരുള്ളൂ. അല്ലാതെ എനിക്കിത് തന്നെ ധാരാളമാണ് എന്ന് ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. നമ്മൾ പഠിക്കാൻ പറ്റുന്ന ഓരോ സാഹചര്യങ്ങളും നമ്മൾ ഉപയോഗിക്കാനാണ് പറയുന്നത്. ഫിയർലെസ്നെസ് ആണ്. അപ്പോൾ നമ്മളുടെ ഭയത്തെ മാറ്റി വിടുക. ഭയം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഭയപ്പെട്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളുടെ മുന്നിലുള്ള ആ തടസ്സങ്ങളെ മാറ്റാൻ നിങ്ങൾ ഭയരഹിതരായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നിങ്ങളുടെ ധൈര്യപൂർവ്വം നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോവുക. നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ കാര്യമാണ് നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിലും, നിങ്ങൾ ഭയം കൂടാതെ നിശ്ചയദാർഢ്യത്തോടു കൂടി നിങ്ങൾ മുന്നിലേക്ക് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം കിട്ടും എന്നുള്ളതാണ്. അതിനെ ഭയം കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ലാത്ത ആൾക്കാർക്ക് ഓം ശ്രീ ഹനുമതേ നമഃ എന്ന് 11 ദിവസം എല്ലാ ദിവസവും ചെയ്യുക. 11 പ്രാവശ്യം എല്ലാ ദിവസവും ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ 11 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മതിയാക്കണമെങ്കിൽ മതിയാക്കാം. അല്ലെങ്കിൽ 11 ദിവസവും നിങ്ങൾ ചൊല്ലുക. ഓം ഹം ഹനുമതേ, ഓം ശ്രീ ഹനുമതേ നമഃ എന്ന് ചൊല്ലണം എന്നുള്ളതാണ്. അതുകൊണ്ട് നോക്കാം. ഗെയിൻ ട്രൂ നോളജ് ആണ്. അപ്പം അത് നമ്മൾ യഥാർത്ഥത്തിലുള്ള അറിവ് സ്വീകരിക്കാനാണ് പറയുന്നത്. ഇപ്പം അത് ഡിവോഷനിലൂടെ ആണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള അറിവ് കിട്ടുന്നത് എന്നുള്ളതാണ്. നമ്മളുടെ ശരിക്കും നമ്മളൊരു ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഉറച്ചു വിശ്വസിക്കുക. അങ്ങനെയുള്ള വിശ്വാസത്തിലൂടെയാണ് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ചെയ്യുന്നത്. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ള പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കടുത്ത ആ ഒരു പ്രാർത്ഥനകളിലൂടെയും മെഡിറ്റേഷനിലൂടെയും ഒക്കെ നമുക്ക് പറ്റും എന്നുള്ളതാണ്. ബി ബ്രേവ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ആ ഒരു ധൈര്യം മറ്റുള്ളവരെയും കൂടി ഇൻസ്പയർ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളൊരു മാതൃകയാകണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഇപ്പം ഒരു സ്ഥലത്ത് നിങ്ങളാണ് ധൈര്യം കിട്ടി മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഇപ്പം ചെയ്യേണ്ടതെങ്കിൽ നിങ്ങളത് ചെയ്യുക. കാരണം നിങ്ങളെ മാതൃകയാക്കി മുന്നോട്ട് പോകാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവരെ കൂടി കണ്ടാണ് നിങ്ങളുടെ ധൈര്യം സ്വരൂപിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പം ഭീരുക്കളാകാതിരിക്കണം എന്നുള്ളതാണ്. ഭീരുത്വം ഒന്നിനും ഒരു പരിഹാരമല്ല. കാരണം നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. റിസ്ക് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇന്ന് ഹനുമാൻ ഓറക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.
നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.